ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞത് പാതി ഒരു 50 ദിവസത്തേക്കുള്ള കോസ്റ്റ്യൂം വേണം എന്നാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു 3-4 ദിവസം മുമ്പ് വിളിച്ചിട്ട് പറയുന്നത് 100 ദിവസത്തേക്കുള്ള ഉടുപ്പ് വേണം എന്ന്. ഞാനിപ്പോ ഓടി നടന്ന് ഷോപ്പ് ചെയ്യാണ്. അപ്പൊ തനിക്ക് നഷ്ടമല്ലേ? കാരണം എന്താന്ന് വെച്ചാൽ ബിൻസി 100 ദിവസത്തെ കോസ്റ്റ്യൂം എല്ലാം വെച്ചിട്ട് പോയിട്ട് 2 ആഴ്ച ഉള്ള നഷ്ടമാണ്. പക്ഷേ സാരില്ല. എനിക്കൊരു ഡൗട്ട്, നീ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പം ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിലേ പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് അകത്ത് ഡ്രസ്സ് വഴി അറിയിക്കാൻ പറ്റൂല. ഈ സീസണിൽ അറിയിക്കാൻ പറ്റൂലായിരിക്കും, കാരണം പണിപ്പുര ടാസ്കിൽ നിന്നൊക്കെയാണ് ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ആഴ്ചയും നമ്മുടെ വീട്ടുകാരല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാളായിരിക്കും ഡ്രസ്സ് അയക്കുന്നത്. ഇൻ കേസ് ഇപ്പം നമ്മൾ ഒരു ഡ്രസ് കോഡ് സെറ്റ് ചെയ്തിട്ട് പോവുകയാണ്, പുറത്ത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നീ എനിക്ക് പച്ച കളർ ഡ്രസ്സ് അയക്കണം. ഇപ്പൊ നിങ്ങളാണ് എന്റെ ഡ്രസ്സൊക്കെ അയക്കുന്നത്, അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് എനിക്ക് അവിടെ ഡാർക്ക് ഇമേജ് ആണ്, നെഗറ്റീവ് ഇമേജ് ആണ്, പുറത്ത് നെഗറ്റീവ് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് അയക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാവും പുറത്ത് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഗെയിം മാറ്റി കളിച്ചൂടെ? ഇൻ കേസ് എനിക്ക് ഇപ്പൊ ഞാൻ ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ എനിക്കത് പോസിറ്റീവ് കിട്ടണം. അപ്പൊ നിങ്ങൾ ആ ആഴ്ച എനിക്ക് ഒരു നീല കളർ ഡ്രസ്സ് അയച്ചു, ഞാൻ ഡ്രസ് കോഡ് വെച്ചിട്ട് പോവുകയാണ്, കളർ കോഡ്, അപ്പൊ നീല, അപ്പൊ എനിക്ക് മനസ്സിലാവും ഇത് പോസിറ്റീവ് ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് എത്രത്തോളം വർക്ക്ഔട്ട് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അകത്ത് ചെല്ലുമ്പം എല്ലാം മറന്നു പോകും നമ്മള്. അപ്പൊ നമ്മൾ പുറത്ത് സെറ്റ് ചെയ്ത് വെച്ച ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ബ്ലൂ കളർ കോഡ് അതൊക്കെ നമ്മൾ മറന്നു പോകും. അതാണ് സത്യം. എനിക്ക് അറിയത്തില്ല പ്രീവിയസ് സീസൺ എങ്ങനെയാണെന്ന്. പക്ഷെ ഞങ്ങൾ കയറിയപ്പം ഞാനും അഭിയൊക്കെ കൂടെ പറയുന്നുണ്ട്, വീട്ടുകാരുടെ പോലും മുഖം ഓർമ്മയില്ല ഞങ്ങൾക്ക് ആർക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്.